ഇന്ന് ബാങ് ദ ഡ്രം എന്ന് പറയുന്ന സോങ്ങിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ബാങ് ദ ഡ്രം, അപ്പോൾ ഇത് 2010 വിൻ്റർ ഒളിമ്പിക്സിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ ആലപിച്ച ഒരു ഗാനമാണിത്. അപ്പോൾ വിൻ്റർ ഒളിമ്പിക്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. വിൻ്റർ ഒളിമ്പിക്സ് സാധാരണ മഞ്ഞ് പ്രദേശത്താണ് നടക്കുന്നത്. വിൻ്റർ ഒളിമ്പിക്സ് ആദ്യമായി നടന്നത് 1924 ഫ്രാൻസിലെ ചാമോണിക്സ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ആദ്യമായിട്ട് വിൻ്റർ ഒളിമ്പിക്സ് നടന്നത് ഫ്രാൻസിലെ ചാമോണിക്സ് എന്ന് പറയുന്ന സ്ഥലത്താണ്. 1924 ഐസ് സ്കേറ്റിംഗ് ആണ് കൂടുതലും വിൻ്റർ ഒളിമ്പിക്സിൻ്റെ മത്സര ഇനം. ഈ വിൻ്റർ ഒളിമ്പിക്സ് 4 വർഷത്തിലൊരിക്കലാണ് നടക്കുന്നത്. വിൻ്റർ ഒളിമ്പിക്സും സമ്മർ ഒളിമ്പിക്സും 2 വർഷത്തെ ഇടവിട്ടാണ് നടത്തുന്നത്. അപ്പോൾ വിൻ്റർ ഒളിമ്പിക്സ് കഴിഞ്ഞ് പിന്നെ 2 വർഷം കഴിഞ്ഞ് സമ്മർ ഒളിമ്പിക്സ്, അത് കഴിഞ്ഞ് വീണ്ടും 2 വർഷം കഴിയുമ്പം വിൻ്റർ ഒളിമ്പിക്സ്. അപ്പം 2 വർഷത്തെ ഗ്യാപ്പിട്ടാണ് വിൻ്റർ ഒളിമ്പിക്സും സമ്മർ ഒളിമ്പിക്സും നടത്തുന്നത്. വിൻ്റർ ഒളിമ്പിക്സ് എപ്പോഴും 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് നടത്താറുള്ളത്. അപ്പോൾ ഈ സോങ്, അതായത് ഗാനം, മനുഷ്യൻ്റെ ആത്മാവിനെ ഒരുപാട് പ്രചോദനം കൊടുക്കാനുള്ള കഴിവ് ഗാനത്തിനുണ്ട്. അത് തകർന്നിരിക്കുന്ന ഹൃദയത്തെയും ഒരുപാട് വ്യാകുലതപ്പെട്ടിരിക്കുന്ന ഹൃദയങ്ങളെയും ആശ്വസിപ്പിക്കാനും സാന്ത്വനിപ്പിക്കാനും ഗാനങ്ങൾക്ക് കഴിയും. അപ്പോൾ ഇവിടെ ബാങ് ദ ഡ്രം എന്ന് പറയുന്ന ഈ സോങ് എഴുതിയത് ജിം വാലൻസും അതുപോലെ ബ്രെൻ ആഡംസും ആണ്. രണ്ടുപേരും ചേർന്നാണ് ഈ ഗാനം എഴുതിയത്. പിന്നെ ഇത് 2010 വിൻ്റർ ഒളിമ്പിക്സിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ ബ്രെൻ ആഡംസും നെല്ലി ഫർട്ടാഡോയും കൂടി ചേർന്നാണ് ഈ ഗാനം ആലപിച്ചത്. അതായത് 2010 വിൻ്റർ ഒളിമ്പിക്സിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ ബ്രെൻ ആഡംസും നെല്ലി ഫർട്ടാഡോയും കൂടെ ചേർന്നാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്. ഇവർ രണ്ടുപേരും കനേഡിയൻ സിംഗേഴ്സാണ്, കാനഡയിലെ സിംഗേഴ്സാണ്. BC പ്ലേസ് സ്റ്റേഡിയത്തിലാണ് 2010 വിൻ്റർ ഒളിമ്പിക്സ് നടന്നത്. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ ഈ ബ്രെൻ ആഡംസും നെല്ലി ഫർട്ടാഡോയും കൂടെ ചേർന്നാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ ഇൻട്രൊഡക്ഷൻ. പിന്നെ ആധുനിക ഒളിമ്പിക്സിൻ്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത് എന്താണ്? സിറ്റിയസ്, ഓൾട്ടിയസ്, ഫോർട്ടിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാസ്റ്റർ, ഹയർ, സ്ട്രോങ്ങർ. അതായത് വേഗത്തിൽ, ഉയരത്തിൽ, കരുത്തോടെ. അതാണ് സിറ്റിയസ്, ഓൾട്ടിയസ്, ഫോർട്ടിയസ് എന്ന മുദ്രാവാക്യത്തിൻ്റെ ലാറ്റിൻ വാക്കുകളാണത്. സിറ്റിയസ്, ഓൾട്ടിയസ്, ഫോർട്ടിയസ്. അതിൻ്റെ ശരിക്കുള്ള മീനിങ് എന്ന് പറയുന്നത് ഫാസ്റ്റർ, അതുപോലെ സ്ട്രോങ്ങർ, അതുപോലെ ഫാസ്റ്റർ, ഹയർ, സ്ട്രോങ്ങർ. സിറ്റിയസ് എന്ന് പറഞ്ഞാൽ ഫാസ്റ്റർ, അതുപോലെ ഓൾട്ടിയസ് എന്ന് പറഞ്ഞാൽ ഹയർ, അതുപോലെ സിറ്റിയസ്, ഓൾട്ടിയസ്, ഫോർട്ടിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാസ്റ്റർ, ഹയർ, സ്ട്രോങ്ങർ. വേഗത്തിൽ, ഉയരത്തിൽ, കരുത്തോടെ. അതാണ്
സിറ്റിയസ്, ഓൾട്ടിയസ്, ഫോർട്ടിയസിൻ്റെ മീനിങ്. ഈ സിറ്റിയസ്, ഓൾട്ടിയസ്, ഫോർട്ടിയസ് എന്ന് പറയുന്നത് ലാറ്റിൻ വേർഡ്സ് ആണ്. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഫാസ്റ്റർ, ഹയർ, സ്ട്രോങ്ങർ, വേഗത്തിൽ, ഉയരത്തിൽ, ശക്തിയോടെ. ഇതാണ് ആധുനിക ഒളിമ്പിക്സിൻ്റെ മുദ്രാവാക്യം. മോട്ടോ എന്ന് പറയുന്നത് മുദ്രാവാക്യമാണ്. ഇനി നമുക്ക് ആ ഗാനത്തിലോട്ട് കടക്കാം. നീയും ഞാനും, അതായത് യു ആൻഡ് മീ എന്ന് പറഞ്ഞു, യു ആൻഡ് മീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീയും ഞാനും, നമ്മൾ ഒരുമിച്ച്, ലോകം മൊത്തം. ടുഗദർ വി റീച്ച് ദ സ്കൈ, റീച്ച് ഫോർ ദ സ്കൈ, നമ്മൾ എല്ലാവരും കൂടി ചേർന്ന് ആകാശത്തിലേക്ക് ലക്ഷ്യം വയ്ക്കാം. അപ്പം നീയും ഞാനും, അല്ലെങ്കിൽ ഞാനും നീയും, ഈ ലോകം മൊത്തം എന്തിനു ശ്രമിക്കാം? ആകാശത്തേക്ക് ലക്ഷ്യം വയ്ക്കാം. പങ്കെടുക്കുക എന്നുള്ളതിലാണ് കാര്യം. ജയിക്കുക എന്നുള്ളതിന് രണ്ടാം സ്ഥാനമേ ഉള്ളൂ. ഒരു മത്സരത്തിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് പ്രധാന കാര്യം, ജയിക്കുക എന്നുള്ളതല്ല. കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും എല്ലാവരും, ഏത് ദിശയിൽ നിന്നും മത്സരാർത്ഥികൾ വരുന്നുണ്ട്. എല്ലാവരും അവരുടേതായ കഴിവിൻ്റെ പരമാവധി മത്സരത്തിൽ പങ്കെടുത്ത് വിജയിക്കാൻ അവരുടെ പരമാവധി കഴിവ് ഉപയോഗിക്കുന്നുണ്ട്. ഓരോരുത്തരും അവരുടെ സ്വപ്ന സാക്ഷാത്കാരത്തിനായി, ചേസ് ദ ഡ്രീം എന്ന് പറഞ്ഞാൽ സ്വപ്ന സാക്ഷാത്കാരത്തിനായിട്ട് ഓരോരുത്തരും അവരുടെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുന്നുണ്ട്. അവരുടെ ഉള്ളിൽ ടു ഫോളോ ദ ഫ്ലെയിം, ഫോളോ ദ ഫ്ലെയിം എന്ന് പറഞ്ഞാൽ അവരുടെ ഉള്ളിൽ കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ആ തീവ്രമായ വികാരം, ജയിക്കണം, മത്സരത്തിൽ പങ്കെടുക്കണം, ജയിക്കണം എന്നുള്ള ആ തീവ്രമായ വികാരം അവർ നേടിയെടുക്കാനായിട്ട് പരമാവധി അവർ ശ്രമിക്കുകയാണ്. ഇത്രയാണ് ആദ്യത്തെ കുറച്ച് ഭാഗത്തിൻ്റെ അർത്ഥം. നീയും ഞാനും, യു ആൻഡ് ഐ, മീ എന്നല്ല, യു ആൻഡ് ഐ, നീയും ഞാനും. യു ആൻഡ് മീ എന്ന് വേണമെങ്കിലും അവിടെ പറയാം, പക്ഷെ ടെക്സ്റ്റ് കൊടുത്തിരിക്കുന്നത് യു ആൻഡ് ഐ എന്നാണ്. അപ്പം നീയും ഞാനും നമുക്ക് ഒരുമിച്ച് ആകാശത്തേക്ക് ലക്ഷ്യം വയ്ക്കാം. യു ആൻഡ് ഐ എന്ന് പറഞ്ഞാൽ ഈ ലോകം മൊത്തം എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇത് മത്സരത്തിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് പ്രധാന കാര്യം. ഇറ്റ്സ് നോട്ട് അബൌട്ട് വിന്നിങ്, അതിൽ ജയിക്കണമെന്നുള്ള കാര്യമല്ല പ്രധാനം, മത്സരത്തിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് പ്രധാനം. കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും ഒത്തിരി മത്സരാർത്ഥികൾ വരുന്നുണ്ട്. എല്ലാവരും അവരുടെ കഴിവിൻ്റെ പരമാവധി മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ അവരുടെ സ്വപ്ന സാക്ഷാത്കാരത്തിനായി, ചേസിങ് ദിയർ ഡ്രീം, ഡ്രീം എന്ന് പറഞ്ഞ സ്വപ്നം, സ്വപ്ന സാക്ഷാത്കാരത്തിനായി അവർ അവരുടെ ഉള്ളിലെ തീജ്വാല, ജയിക്കണം, മത്സരത്തിൽ പങ്കെടുത്ത് ജയിക്കണം എന്നുള്ള ആ ഉള്ളിലെ ആ തീജ്വാല പിന്നെ ഫോളോ ചെയ്ത് പോവുകയാണ്. ഫോളോ ദ ഫ്ലെയിം, അത് പിന്തുടർന്നാണ് അവർ സ്വപ്ന സാക്ഷാത്കാരം നടത്തുന്നതിനായി അവരുടെ ഉള്ളിൽ കത്തി ജ്വലിച്ച് നിൽക്കുന്ന ആ മത്സരത്തിൽ ജയിക്കണം എന്നുള്ള തീവ്രമായ വികാരം അവർ പിന്തുടരുകയാണ്. അപ്പോൾ ഈ ഗാനം എഴുതിയ ബ്രിൻ ആഡംസ്, നെല്ലി ഫർട്ടാഡോയും ഈ ഡ്രമ്മ് കൊട്ടുന്നവരോട് പറയുകയാണ്, ഡ്രമ്മ് ഉറക്കെ കൊട്ടുക, ഉറക്കെ കൊട്ടി ശബ്ദമുണ്ടാക്കുക. ബാങ് ദ ഡ്രം എന്ന് പറഞ്ഞാൽ ഉറക്കെ കൊട്ടി ശബ്ദമുണ്ടാക്കുക, കുറച്ചുകൂടി ഉച്ചത്തിൽ കൊട്ടുക. അപ്പം ഈ ലോകം മൊത്തം
ആ ഡ്രമ്മിൻ്റെ ശബ്ദം കേൾക്കാൻ കഴിയും. അപ്പം ഡ്രമ്മ് കൊട്ടുന്നവരോട് ഈ ഗായകർ പറയുന്നത് എന്താണ്? ആ ഡ്രമ്മ് ഒത്തിരി കൂടി ഉച്ചത്തിൽ കൊട്ടുക, അപ്പം ലോകം മൊത്തമുള്ള ആളുകൾക്കും അത് കേൾക്കാൻ പറ്റും. പിന്നെ പാട്ട് പാടുന്നവരോട്, ഗാനം പാടുന്നവരോട് സിങ് ദ സോങ് എ ലിറ്റിൽ ലൗഡർ, കുറച്ചുകൂടി ഉച്ചത്തിൽ ഗാനം ആലപിക്കാനാണ് പറയുന്നത്. അപ്പം ലോകം മൊത്തമുള്ളവർക്ക് അത് കേൾക്കാൻ കഴിയും. അപ്പം ഈ വരികൾ ആ ഗാനത്തിലുടനീളം ആവർത്തിച്ചിട്ടുണ്ട്. ഈ ആവർത്തിച്ചിരിക്കുന്നതിൻ്റെ കാരണം ഈ മത്സരാർത്ഥികളെ കുറച്ചുകൂടി ആവേശഭരിതരും ഉത്സാഹഭരിതരുമാക്കാനും അവരെ കൂടുതൽ എക്സൈറ്റഡ്, കുറച്ചുകൂടി അവർക്കൊരു ഉത്സാഹം, അല്ലെങ്കിൽ അവർക്കൊരു നല്ല ഒരു കോമ്പറ്റേറ്റീവ് സ്പിരിറ്റ് കൊടുക്കാനാണ് ഈ വരികൾ സോങ്ങിലുടനീളം ആവർത്തിച്ചിരിക്കുന്നത്. അടുത്ത സ്റ്റാൻസ എന്ന് പറയുന്നത്, അടുത്തു നിന്നും ദൂരെ നിന്നും ഒരുപാട് മത്സരാർത്ഥികൾ ഈ ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ വരുന്നുണ്ട്. ഇപ്പോൾ ഇത് നിങ്ങളുടെ സമയമാണ്. നിങ്ങൾ ഈ സമയം കൃത്യമായി നല്ലവണ്ണം വിനിയോഗിക്കുക. വലിയ വലിയ സ്വപ്നങ്ങൾ കാണാനും അതുപോലെ തന്നെ ഉയരങ്ങളിൽ ലക്ഷ്യം വയ്ക്കാനും നിങ്ങൾക്ക് പറക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കാനുമുള്ള ഒരു സമയമാണിത്. കളികൾ തുടങ്ങട്ടെ. നിങ്ങൾ നിങ്ങളുടേതായ എല്ലാ കഴിവും ആ കളിയിൽ അർപ്പിച്ചുകൊണ്ട് മുന്നേറുക. ശരിക്കുമുള്ള ഒരു കായികക്ഷമതയോടുകൂടി നിങ്ങളുടെ സർവ്വ കഴിവുകളും അതിൽ വിനിയോഗിച്ചുകൊണ്ട് മുന്നേറുക. വിജയശ്രീ ലാളിതരാവുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വീണ്ടും ആവർത്തിക്കുകയാണ്. ഡ്രമ്മ് ഉറക്കെ കൊട്ടുക. അങ്ങനെ കൊട്ടുമ്പോൾ ലോകം മൊത്തം ഉള്ള ആളുകൾക്കത് കേൾക്കാൻ കഴിയും. കുറച്ചുകൂടി പൊക്കത്തിൽ ചാടുക. അങ്ങനെ ചെയ്യുമ്പോൾ ലോകം മൊത്തമുള്ള ആളുകൾക്ക് നിങ്ങളെ കാണാൻ കഴിയും. യാ എന്ന് പറഞ്ഞാൽ യു എന്നാണ്, നിന്നെ കാണാൻ കഴിയും. യാ എന്ന് പറഞ്ഞാൽ യു എന്നാണ്. പിന്നെ വീണ്ടും ആ വരികൾ ആവർത്തിച്ചിരിക്കുകയാണ്. ബാങ് ദ ഡ്രം എ ലിറ്റിൽ ലൗഡർ സോ ദാറ്റ് ദ ഹോൾ വേൾഡ് ക്യാൻ ഹിയർ. ഈ ഡ്രമ്മ് ഉറക്കെ കൊട്ടുക. ലോകം മൊത്തമുള്ള ആളുകൾക്ക് കേൾക്കാൻ സാധിക്കണം. ആ രീതിയിൽ അവർക്ക് കേൾക്കാൻ സാധിക്കണം, അവർ കേൾക്കുകയും വേണം. ആ രീതിയിൽ വേണം ഡ്രം ഉറക്കെ കൊട്ടാൻ എന്നാണ് അവിടെ ലാസ്റ്റ് സ്റ്റാൻസയിലെ വരികളിൽ എഴുതിയിരിക്കുന്നത്. ഫോർ ദ ഹോൾ വേൾഡ് ക്യാൻ ഹിയർ എന്നുണ്ട്. ഫോർ ദ ഹോൾ വേൾഡ് ക്യാൻ ഹിയർ ആൻഡ് അവർക്ക് കേൾക്കാനും പറ്റണം, അവർ കേൾക്കുകയും വേണം എന്നുള്ള രീതിയിൽ 2 വരികൾ എഴുതിയിട്ടുണ്ട്. അപ്പം ഡ്രം ഉറക്കെ കൊട്ടുമ്പോൾ അവർക്ക് കേൾക്കാൻ പറ്റണം, അതുപോലെ തന്നെ കേൾക്കാൻ പറ്റുകയും വേണം, അവർ കേൾക്കുകയും വേണം. 2 രീതിയിൽ അർത്ഥം വരത്തക്ക രീതിയിൽ ലാസ്റ്റ് സ്റ്റാൻസയിൽ എഴുതിയിട്ടുണ്ട്. എന്നിട്ട് പാട്ട് കുറച്ചുകൂടി ഉച്ചത്തിൽ പാടുക. അപ്പം ആ ലോകം മൊത്തമുള്ള ആളുകൾക്കും അത് കേൾക്കാൻ കഴിയും. ഈ വരി ആവർത്തിക്കുന്നതിൻ്റെ കാര്യം ഈ മത്സരാർത്ഥികളെ കുറച്ചുകൂടി ആവേശഭരിതരും ഉത്സാഹഭരിതരാക്കാനും അവർക്ക് കുറച്ചുകൂടി ഒരു എക്സൈറ്റ്മെൻറ്റ്, അതിശയം ജനിപ്പിക്കാനുമാണ് ഈ വരികൾ ഈ ഗാനത്തിൽ ആവർത്തിച്ചിരിക്കുന്നത്. അപ്പം ഇത്രയാണ് അതിൻ്റെ വരികളുടെ അർത്ഥം. ഇനി ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻ ആൻസറും ഉണ്ട്. ഈ ലോകമെമ്പാടുമുള്ള കായിക താരങ്ങൾ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കായിക താരങ്ങൾ എന്താണ് ചെയ്യാൻ റെഡിയായിട്ടിരിക്കുന്നത്? ടു ചേസ് ദിയർ ഡ്രീം. ദ അത്ലറ്റ്സ് അറൗണ്ട് ദ ഹോൾ വേൾഡ് ഈസ് റെഡി ടു ചേസ് ദിയർ ഡ്രീം. ലോകം മൊത്തമുള്ള കായിക താരങ്ങൾ അവരുടെ സ്വപ്ന സാക്ഷാത്കാരത്തിനായിട്ട്
തയ്യാറായിട്ട് നിൽക്കുകയാണ്. രണ്ടാമത്തെ ചോദ്യം, എന്തിനാണ് ഡ്രം കൊട്ടുന്നവരോട് ഉറക്കെ കൊട്ടാനും പാട്ട് പാടുന്നവരോട് ഉറക്കെ പാടാനും പറയുന്നത്? Why is it told to bang the drum loudly and to sing the song loudly? അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്, സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത്, the drummers are asked to bang the drum loudly so that the whole world can hear the drum beat. പിന്നെ the singers are asked to sing the song loudly so that the whole world can hear the song. So the drummers are asked to bang the drum loudly so that the whole world can hear. The singers are asked to sing the song loudly so that the whole world can hear. ഡ്രം കൊട്ടുന്നവരോട് ഉറക്കെ കൊട്ടാൻ പറയുന്നതിൻ്റെ കാരണം ലോകം മൊത്തമുള്ള ആളുകൾക്ക് കേൾക്കാൻ പറ്റും. അതുപോലെ ഗായകരോട് ഉറക്കെ പാടാൻ പറയുന്നതിൻ്റെ കാരണം ലോകം മൊത്തമുള്ള ആളുകൾക്ക് അത് കേൾക്കാൻ പറ്റും. അതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. അത് കഴിഞ്ഞിട്ട് വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്, ആവർത്തിച്ച് വരുന്ന വരികൾ എഴുതാനാണ്. ബാങ് ദ ഡ്രം എ ലിറ്റിൽ ലൗഡർ, ദെൻ bang the drum a little louder, bang the drum a little louder so the whole world can hear, sing the song a little louder so that whole world can hear. ഈ വരികളാണ് അവിടെ ആവർത്തിച്ച് വരുന്നത്. ഇത് നാലാമത്തെ ക്വസ്റ്റ്യനാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഗെയിം തുടങ്ങുമ്പോൾ എന്ത് ചെയ്യാനാണ് ഗായകരെ നിർബന്ധിക്കുന്നത്? The singers are urged to sing the song louder so that the whole world can hear. ഗായകരോട് ഗാനം ഉറക്കെ പാടാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ലോകം മൊത്തമുള്ള ആളുകൾക്ക് അത് കേൾക്കാൻ കഴിയും. അപ്പം ഈ ആൻസേഴ്സൊക്കെ മനസ്സിലായെന്ന് തോന്നുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ടെക്സ്റ്റിലെ ക്വസ്റ്റ്യനാണ്. ദ അത്ലറ്റ്സ് അറൗണ്ട് ദ ഹോൾ വേൾഡ് ആർ റെഡി ടു ചേസ് ദിയർ ഡ്രീം. അവർ സ്വപ്ന സാക്ഷാത്കാരത്തിന് തയ്യാറായി നിൽക്കുകയാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ, ദ drummers are asked to bang the drum loudly so that the whole world can hear it. The singers are asked to sing the song loudly so that the whole world can hear it. The singers are asked to sing the song loudly so that the whole world can hear it എന്നാണ്. അടുത്ത മൂന്ന്, the singers are urged to sing the song louder so that the whole world can hear it. അതാണ് തേർഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. അതായത് മത്സരം തുടങ്ങുമ്പോൾ ഗായകർ എന്ത് ചെയ്യാനാണ് നിർബന്ധിക്കുന്നത്? The singers are asked to sing the song loudly so that the whole world can hear. ഇനി ആവർത്തിച്ച് വരുന്ന വരികൾ ഏതൊക്കെയാണെന്ന് എഴുതാനാണ്. Jump a little louder so that the whole world can see ya. യാ എന്ന് പറഞ്ഞാൽ യു എന്നാണ്. അതുപോലെ ആവർത്തിച്ച് വരുന്ന വരികൾ, bang the drum a little louder, അത് ആവർത്തിച്ച് വരുന്നുണ്ട്. so that the whole world can hear എന്നുള്ള വരി റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. sing the song a little louder so that the whole world can hear. ആ വരികൾ ആവർത്തിച്ച് വരുന്നുണ്ട്. അതാണ് നാലാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇനി അതിൽ പോയറ്റിക് ഡിവൈസസ് ഉണ്ട്. ഫോളോ ദ ഫ്ലെയിം, അവിടെ ആലിട്രേഷനാണ് വരുന്നത്. ഫോളോ ദ ഫ്ലെയിം, എഫ് അടുത്തടുത്ത് വരുന്നുണ്ട്. പോയറ്റിക് ഡിവൈസ് അവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, പോയറ്റിക് ഡിവൈസ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ആലിട്രേഷനാണ്. ആലിട്രേഷൻ എന്ന് പറഞ്ഞാൽ കോൺസണൻറ്റ് സൗണ്ട്സ് ആദ്യം വരും, വരികളുടെ ആദ്യം വരുന്നതാണ്.
ഫ്രം ഫാർ അതും ആലിട്രേഷൻ്റെ എക്സാമ്പിളാണ്. സിംഗ് ദ സോങ്, എ ലിറ്റിൽ ലൗഡർ, ഇതെല്ലാം ആലിട്രേഷൻ ഉദാഹരണങ്ങളാണ്. ഫോളോ ദ ഫ്ലെയിം, ഫ്രം ഫാർ അവിടെ എഫ് ആദ്യം വരുന്നുണ്ട്. ഫോളോ ദ ഫ്ലെയിം, എഫ് അടുത്തടുത്ത് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഫോളോ ദ ഫ്ലെയിം. ഇപ്പം ആലിട്രേഷൻ ഉദാഹരണം ചോദിച്ചാൽ പോയറ്റിക് ഡിവൈസാണ്. റെപ്പറ്റേഷൻ ഓഫ് കോൺസണൻറ്റ് സൗണ്ട്സ് ദ ബിഗിനിങ് ഓഫ് ദ വേർഡ്. അപ്പം ഫോളോ ദ ഫ്ലെയിം, ഫ്രം ഫാർ അതിൽ എഫ് അടുത്തടുത്ത് വരുന്നുണ്ട്. പിന്നെ സിംഗ് ദ സോങ്, എസ് അടുത്തടുത്ത് വരുന്നുണ്ട്. എ ലിറ്റിൽ ലൗഡർ, എല് അടുത്തടുത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ആലിട്രേഷൻ്റെ എക്സാമ്പിൾസ്. പിന്നെ സിമിലി വരുന്നുണ്ട്. റൺ ലൈക്ക് ദ വിൻഡ്, അതായത് നമ്മൾ ആ വരിയിൽ പഠിച്ചു, അടുത്ത് നിന്നോ അകലെ നിന്നോ ഒരുപാട് മത്സരാർത്ഥികൾ ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ വരുന്നുണ്ട്. അപ്പം അതൊന്നും അല്ല പ്രശ്നം. ഇപ്പം നിങ്ങളുടെ ഊഴമാണ്. നിങ്ങൾ പരമാവധി നിങ്ങൾ മത്സരത്തിൽ പങ്കെടുത്ത് വിജയിക്കുക. പിന്നെ വലിയ സ്വപ്നങ്ങൾ കാണാനും, ഡ്രീം ബിഗ്, വലിയ സ്വപ്നങ്ങൾ കാണാനും, അതുപോലെ എയിം ഹൈ, ഉയരങ്ങളിൽ ലക്ഷ്യം വയ്ക്കാനും, ബിലീവ് യു ക്യാൻ ഫ്ലൈ ഇൻ ദ സ്കൈ, നിങ്ങൾക്ക് ആകാശത്ത് പറക്കാൻ പറ്റും എന്ന് വിശ്വസിക്കുക. നിങ്ങൾക്ക് ആകാശത്ത് പറക്കാൻ പറ്റും എന്ന് വിശ്വസിക്കുക. അപ്പം അവിടെ കാറ്റിനെ പോലെ ഓടാനും കഴിയണം. ശരവേഗത്തിൽ കാറ്റിനെ പോലെ ഓടി മത്സരത്തിൽ ജയിക്കുക. മത്സരം തുടങ്ങുമ്പോൾ നിങ്ങളുടേതായ പരമാവധി കഴിവ് ഉപയോഗിക്കുക. അപ്പം കാറ്റിനെ പോലെ ഓടുക, റൺ ലൈക്ക് ദ വിൻഡ്, അവിടെ ലൈക്ക് വരുന്നുണ്ട്. അപ്പം അവിടെ സിമിലിയാണ് വരുന്നത്. സിമിലി വരുമ്പോൾ ലൈക്കും ആസും ഉള്ള വരികളാണ് സിമിലി. ഉപമ, കാറ്റിനെ പോലെ ഓടുക. മത്സരാർത്ഥികളോട് എങ്ങനെ ഓടാനാണ് പറയുന്നത്? കാറ്റിൻ്റെ വേഗത്തിൽ ഓടുക, കാറ്റിനെ പോലെ ഓടി വിജയം കരസ്ഥമാക്കുക. അപ്പോൾ അവിടെ അത് പോയറ്റിക് ഡിവൈസ് സിമിലിയാണ്. അപ്പം ഞാൻ ഒന്നുകൂടി പറയാം. ആലിട്രേഷൻ എന്ന് പറയുന്നത് ഫോളോ ദ ഫ്ലെയിം, ഫ്രം ഫാർ, പിന്നെ സിംഗ് ദ സോങ്, എ ലിറ്റിൽ ലൗഡർ, ഇതെല്ലാം ആലിട്രേഷൻ ഉദാഹരണങ്ങളാണ്. പിന്നെ സിമിലി, റൺ ലൈക്ക് ദ വിൻഡ്. ഇത്രയാണ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ, ഹോൾ വേൾഡ്. അവിടെ ഡബ്ല്യു അടുത്ത് വരുന്നുണ്ട്. അതും എന്താണ്, ആലിട്രേഷന് എഴുതാൻ പറ്റും, ഹോൾ വേൾഡ്. പക്ഷേ അതിന് വേറൊരു പ്രത്യേകതയാണുള്ളത്. ആറാമത്തെ ക്വസ്റ്റ്യനാണ് പറയുന്നത്, ഹോൾ വേൾഡിൻ എന്നുള്ള രണ്ട് വാക്കുകൾ ആലിട്രേഷനാണ്. ഡബ്ല്യു അടുത്ത് വരുന്നുണ്ട്. പക്ഷെ അവിടെ കോൺസണൻസ് ആണ് അവിടെ വരുന്ന ഫിഗർ ഓഫ് സ്പീച്ച്. കോൺസണൻസ് എന്ന് പറഞ്ഞാൽ, ആലിട്രേഷൻ എന്ന് പറയുമ്പോൾ കോൺസണൻറ്റ് സൗണ്ട്സ് ആദ്യം വരും, വാക്കിൻ്റെ ആദ്യം വരും. ഇത് കോൺസണൻസ് എന്ന് പറയുമ്പോൾ ഒരു വാക്കിൻ്റെ നടുക്കായിട്ടോ അല്ലെങ്കിൽ അവസാനമായിട്ടോ ഇത് വരും, കോൺസണൻറ്റ് ലെറ്റേഴ്സ് വരും. ഇപ്പം കോപ്സ്, സ്റ്റോപ്പ്, COPS, STOPS. അപ്പം അവിടെ PS TSും വരുന്നുണ്ട്. അത് രണ്ടും കോൺസണൻ്റ് ആണ്. കോപ്സ്, സ്റ്റോപ്സ്. PS കോപ്സ്, COPS, PUS അവസാനം വരുന്നുണ്ട്. സ്റ്റോപ്സിൻ്റെത് STOPS അങ്ങനെ വരും. അപ്പം കോൺസണൻറ്റ് സൗണ്ട്സ് അവസാനം വരികയോ അല്ലെങ്കിൽ വാക്കിൻ്റെ അവസാനമോ അല്ലെങ്കിൽ വാക്കിൻ്റെ നടുക്കോ വരുന്നതാണ് കോൺസണൻസ് എന്ന് പറയുന്നത്. അപ്പം ഈ സോങ്ങിൽ
കോൺസണൻസിൻ്റെ ഉദാഹരണം ഹോൾ വേൾഡ്. അവിടെ വേൾഡിൻ്റെ എല്ലും ഡിയും അത് രണ്ടും കോൺസണൻറ്റ് ലെറ്റേഴ്സാണ്. വേൾഡ് എന്നുള്ള വാക്കിൻ്റെ അവസാനം 2 കോൺസണൻറ്റ് ലെറ്റേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ കോൺസണൻറ്റ് ലെറ്റേഴ്സ് ഒരു വാക്കിൻ്റെ അവസാനമോ അല്ലെങ്കിൽ ഒരു വാക്കിൻ്റെ നടുക്കോ വന്നാൽ അതിനെ കോൺസണൻസ് എന്ന് പറയും. അലിട്രേഷൻ എന്ന് പറഞ്ഞാൽ വാക്കിൻ്റെ ആദ്യമായിരിക്കും കോൺസണൻറ്റ് സൗണ്ട്സ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ അവിടെ ഹോൾ വേൾഡ് ഇറ്റ്സ് നോട്ട് എബൌട്ട് വിന്നിങ്, ആ ഒരു വരിയും കോൺസണൻറ്റിൻ്റെ എക്സാമ്പിളാണ്. ഇറ്റ്സ് നോട്ട് എബൌട്ട് വിന്നിങ്. വിന്നിങ് നോക്കാം. വിന്നിങ് എന്നുള്ള വാക്കിൽ 2 N എന്ന് പറയുന്ന കോൺസണൻറ്റ് ലെറ്ററാണ്. 2 N നടുക്ക് വരുന്നുണ്ട്. പിന്നെ NG INGയുടെ Nഉം Gയും അവസാനം വരുന്നുണ്ട്. ഇപ്പം 2 N നടുക്കും വരുന്നുണ്ട്, Nഉം Gയും അവസാനവും വരുന്നുണ്ട്. അപ്പോൾ കോൺസണൻറ്റ് ലെറ്റേഴ്സ് ഒരു വാക്കിൻ്റെ നടുക്കോ അവസാനമോ വരുന്നതിനെയാണ് കോൺസണൻറ്റ് എന്ന് പറയുന്നത്. അത് ഒരു ഫിഗർ ഓഫ് സ്പീച്ചാണ്. അപ്പോൾ ഈ ഗാനത്തിൽ ഹോൾ വേൾഡും ഇറ്റ്സ് നോട്ട് എബൌട്ട് വിന്നിങ്ങുമാണ് കോൺസണൻറ്റിൻ്റെ എക്സാമ്പിളായിട്ട് വരുന്നത്. ഇനി അതിലുള്ളത് റിഫ്രെയിൻ ആണ്. റിഫ്രെയിൻ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാൻസയുടെ അവസാനം ഇടവിട്ടിടവിട്ട് ആവർത്തനമുള്ള വരികൾ വരുന്നതിനെയാണ് റിഫ്രെയിൻ എന്ന് പറയുന്നത്. ഒരു സ്റ്റാൻസയുടെ അല്ലെങ്കിൽ 2-3 സ്റ്റാൻസ കാണുമല്ലോ ഒരു പോയത്തിന്. അപ്പോൾ ഓരോ സ്റ്റാൻസയുടെയും അവസാന ഭാഗത്ത് ഇടവിട്ടിടവിട്ട് ആവർത്തിച്ച് വരുന്ന വരികൾ, അത് ചിലപ്പോൾ ഒരു വാക്കാവാം, 3-4 വാക്കുകളാവാം, അല്ലെങ്കിൽ നീളമുള്ള വരികളും ആവാം. അപ്പം സ്റ്റാൻസയുടെ അവസാനം ഇടവിട്ടിടവിട്ട് ആവർത്തിച്ച് വരുന്ന വരികളെയാണ് റിഫ്രെയിൻ എന്ന് പറയുന്നത്. REFRAIN. അപ്പോൾ ഈ റിഫ്രെയിൻ ഉപയോഗിക്കുന്നത് കവിതയുടെ തീം, സാരാംശത്തെ അല്ലെങ്കിൽ കവിതയുടെ പ്രതിപാദ്യത്തെ കുറച്ചുകൂടി തീവ്രത കൂട്ടി കാണിക്കാനാണ് റിഫ്രെയിൻ ഉപയോഗിക്കുന്നത്. അതുമല്ല, മത്സരാർത്ഥികളെ കുറച്ചുകൂടി അതിശയം പിടിപ്പിക്കാനും ആവേശം പിടിപ്പിക്കാനും ഉത്സാഹഭരിതരാക്കാനുമാണ് ഈ റിഫ്രെയിൻ ഉപയോഗിക്കുന്നത്. സോ ദ റിഫ്രെയിൻ ഈസ് യൂസ്ഡ് ടു intensify the theme of the song and also to give inspiration and encouragement to the participants. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് തോന്നുന്നു. ഇനി 7ാമത്തെ ചോദ്യം, പയർ ഡി കൊബേർട്ടിൻ എന്ന് പറയുന്ന ആധുനിക ഒളിമ്പിക് ഗെയിംസിൻ്റെ ഒളിമ്പിക് മത്സരങ്ങളുടെ പിതാവെന്നാണ് പയർ ഡി കൊബേർട്ടിനെ വിശേഷിപ്പിക്കുന്നത്. അപ്പം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, മത്സരങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വിജയത്തെക്കുറിച്ച് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്, അതിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ലക്ഷ്യം. നമ്മളൊക്കെ ഒരുപാട് കോമ്പറ്റീഷനൊക്കെ പങ്കെടുക്കാറുണ്ട്. എല്ലാവർക്കും ഫസ്റ്റ് സെക്കൻഡും കിട്ടുമെന്നുള്ള പ്രതീക്ഷ വേണ്ട, അതിൽ മിടുക്കരായിട്ടുള്ളവർക്ക് മാത്രമേ കിട്ടൂ. അപ്പം നമ്മുടെ ജോലി എന്ന് പറയുന്നത് അതിൽ പങ്കെടുക്കുക എന്നുള്ളതാണ്. ജയവും പരാജയമൊക്കെ തീരുമാനിക്കുന്നത് ഈശ്വരനാണ്. അപ്പം നമ്മളതിൽ ഭംഗിയായിട്ട് പങ്കെടുക്കുക. അപ്പം മത്സരങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പയർ ഡി കൊബേർട്ടിൻ എന്ന് പറയുന്ന ആധുനിക ഒളിമ്പിക് മത്സരത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്ന അദ്ദേഹം പറയുന്നത്, മത്സരങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പങ്കെടുക്കുക എന്നുള്ളതിലാണ് കാര്യം, ജയത്തെക്കുറിച്ച് ഒരിക്കലും ചിന്തിക്കരുത്. അതുപോലെ ജീവിതത്തിലായിരുന്നാലും നമ്മൾ വിജയത്തെക്കുറിച്ച് ചിന്തിക്കരുത്. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ വരും, അതെങ്ങനെ നമ്മളത് നേരിടും, അതിനെ എങ്ങനെ പയറ്റി മുന്നേറാം എന്നുള്ളത് വേണം നമ്മൾ ചിന്തിക്കാൻ. നമ്മുടെ വിജയത്തെക്കുറിച്ച് ഒരിക്കലും ചിന്തിക്കരുത്. അതുപോലെ കീഴടക്കുക എന്നുള്ളതല്ല ലക്ഷ്യം, നല്ലവണ്ണം പൊരുതുക എന്നുള്ളതാണ്. ശത്രുവിനെ കീഴടക്കുന്നതിലല്ല കാര്യം, നല്ലവണ്ണം യുദ്ധം ചെയ്യുക എന്നുള്ളതാണ് കാര്യം. അപ്പോൾ ഈ പ്രസ്താവന ഈ ഗാനവുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, അതാണ് 7ാമത്തെ ചോദ്യം. സോ അക്കോർഡിംഗ് ടു ദി മോഡേൺ ഒളിമ്പിക്സ് ഫാദർ, according to the father of
modern Olympics, Pierre de Coubertin's statement, in games we have to participate, we should not think about the results. We should, participation is the best thing, don't think about the results of the game. Each and every contestant must try their level best and try to participate in the game, and with a true sportsmanship spirit they have to work hard and chase their dream and achieve their goal. No botheration should come regarding success. What we have to do is to work hard wholeheartedly with strong willpower and determination. എന്നാണ് ഈ പെയർ ഡി കോബർട്ടിൻ പറയുന്നത്. So don't think about the results of the game. Our aim is to participate in the game and to follow the flame of our passion and work hard with all our spirit and best efforts in order to win our goals. We should dream big, aim high, and we should still believe that we can fly high and achieve great heights. We should run like the wind in order to achieve our dreams. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് വേണം അവസാനത്തെ ആൻസർ എഴുതേണ്ടത്. അപ്പോൾ ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻ ആൻസർ എല്ലാം മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പോൾ അതെല്ലാം നോട്ടിൽ എഴുതി വയ്ക്കുക. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ അപ്രീസിയേഷൻ ചോദിക്കാം 5 മാർക്കിന്. റൈറ്റ് ആൻ അപ്രീസിയേഷൻ ഓഫ് ദ സോങ് ബാങ് ദ ഡ്രം. അപ്പം ഞാനീ പറയുന്നത് നിങ്ങൾക്ക് എഴുതാം. സോ ദിസ് സോങ് വാസ് പെർഫോംഡ് in the opening ceremony of 2010 Winter Olympics held at BC Place Stadium at Vancouver by Bryn Adams and Nelly Furtado, the famous Canadian singers. The song urges the players to participate in the game and not to think about the results of the game. This song is written with great acoustic devices and rhythmic beauty. ശബ്ദശ്രവണ മാധ്യമങ്ങളുടെ സഹായത്തോടുകൂടി നല്ല താളാത്മകമായിട്ടാണ് ഇത് എഴുതിയിരിക്കുന്നത്. Then the song upholds the values of universal friendship and കോപ്പറേഷൻ. ആഗോള സൗഹാർദ്ദവും അതുപോലെ തന്നെ സഹകരണവുമാണ് ഈ ഗാനത്തിൻ്റെ പ്രതിപാദ്യം. ഇറ്റ് എക്സോർട്സ് ഓൾ ദ പാർട്ടിസിപ്പൻസ് ടു വർക്ക് ഹാർഡ് ആൻഡ് ചേസ് ദിയർ ഡ്രീം ആൻഡ് ഫോളോ ദ പാഷൻ ബേണിംഗ് ഇൻസൈഡ് ദിയർ ഹാർട്ട് ടു അച്ചീവ് ദിയർ ഡ്രീം. Then they should dream big, then they should aim high, and they should even think that they can fly in the sky, and they should run like the wind in order to win the game. They should play the game with great sportsman spirit. The songers are asked to sing the song of fraternity and bang the drum of sportsmanship. അതായത് സാഹോദര്യത്തിൻ്റെ ഗാനം പാടാനും അതുപോലെ എന്താണ് കായികക്ഷമതയുടെ ഡ്രം കൊട്ടാനുമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. Then Pierre de Coubertin, according to the father of modern Olympics,
participating in the games is most important. Our aim should be to participate and win the game, and we should not think about the results of the game. So the song exhorts all the participants to chase their dream with mutual sharing and caring, and to participate in the game and try their level best. Though the song is not written in proper metrical order, it is full of alliteration, then consonants, refrain, then simile. Everything adds beauty to the poem. Alliteration, കോൺസണൻറ്റ്, റിഫ്രെയിൻ, അതുപോലെ ഉള്ള കാര്യങ്ങൾ എല്ലാം അതിൽ എഴുതണം. ഓൾ ദീസ് തിങ്സ് ആഡ് ടു ദ ബ്യൂട്ടി ഓഫ് ദ പോയം എന്നൊക്കെ പറഞ്ഞ് ഒരു പാരഗ്രാഫിൽ എഴുതാം. ഇപ്പം ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ ഞാൻ നോട്ട്സ് അയച്ച് തന്നിട്ടുണ്ടായിരുന്നു, അത് നോക്കി പഠിക്കുക. അപ്പോൾ അത് ക്വസ്റ്റ്യൻ അപ്രീസിയേഷൻ ഓഫ് ദ പോയം എഴുതാനായിട്ട് 5 മാർക്കിന് വരും. അപ്പം ആദ്യം ഈ കവിത ഈ ഗാനം എഴുതിയത് ആരൊക്കെയാണ്, എപ്പോഴാണ് അത് എഴുതാനുണ്ടായ സാഹചര്യം, പിന്നെ അത് എന്താണ് മത്സരാർത്ഥികളെ ഉദ്ബോധിപ്പിക്കുന്നത്. എക്സോട്സ് എന്ന് പറഞ്ഞാൽ ഉദ്ബോധിപ്പിക്കുക. It exhorts all the participants to participate in the game and not to think about winning the game. The song was written to give inspiration and encouragement to all the participants and not to think about the results. They should have a strong passion to chase their dream and achieve their goal. അപ്പോൾ ഇതാദ്യം ആരൊക്കെയാണ് എഴുതിയെന്ന് എഴുതുക. അതുപോലെ എഴുതാനുണ്ടായ സാഹചര്യം, വിൻ്റർ ഒളിമ്പിക്സിൻ്റെ ഉദ്ഘാടന ചടങ്ങിനാണിത് എഴുതിയത്. പിന്നെ ഇതിൽ കൂടി പിന്നെ മത്സരാർത്ഥികൾക്ക് ആഹ്വാനം കൊടുക്കുകയാണ്, നല്ലവണ്ണം പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, റിസൾട്ടിനെ കുറിച്ച് ചിന്തിക്കരുത്. ഈ മത്സരാർത്ഥികൾക്ക് പ്രചോദനവും പ്രോത്സാഹനവും നൽകാനാണ് ഈ കവിത ഉദ്ബോധിപ്പിക്കുന്നത്. പിന്നെ അവരുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ അവരുടെ ഉള്ളിലെ തീജ്വാല, അതായത് നല്ല കായികക്ഷമതയോടുകൂടി അധ്വാനിച്ച് വിജയശ്രീ ലാളിതരാകുക എന്നുള്ള ആ ഒരു തീജ്വാല പിന്തുടരുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. പിന്നെ അവരുടെ സ്വപ്നങ്ങളെല്ലാം വലുതായിരിക്കണം, ഉയരങ്ങളിൽ എത്താൻ ശ്രമിക്കണം. അതുപോലെ തന്നെ കാറ്റിനെ പോലെ ചീറിപ്പായാൻ കഴിയണം. പിന്നെ തങ്ങൾക്ക് പറക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കണം. നാനാ ഭാഗത്തു നിന്നുമുള്ള മത്സരാർത്ഥികൾ അവിടെയുണ്ട്. എല്ലാവരുടെയും മനസ്സിൽ പരസ്പരം കെയറും ഷെയറും, സംരക്ഷണവും അതുപോലെ തന്നെ പങ്കിടലും നടത്തുക എന്നുള്ളതാണ്. കെയർ ആൻഡ് ഷെയർ ഈച്ച് അതർ ആൻഡ് റിയലൈസ് ദിയർ ഡ്രീം ഓഫ് participating in the game and achieve their aim. So the singers are asking the drummers to bang the drum loudly so that the whole world can hear, and the singers are asking the singers to sing the song loudly so that the whole world can hear. ഗായകർ ഡ്രമ്മ് കൊട്ടുന്നവരോട് ഉച്ചത്തിൽ ഡ്രമ്മ് കൊട്ടാൻ പറയണം, ലോകം മൊത്തം കേൾക്കാൻ പറ്റും. അതുപോലെ ഗാനം പാടുന്നവരോട് ഉറക്കെ പാടാൻ പറയുകയാണ്.
ലോകം മൊത്തം കേൾക്കാനായിട്ട്. അപ്പം അങ്ങനെ പറയുമ്പോൾ അത് റിപ്പീറ്റ് ചെയ്ത് ബാങ് ദ ഡ്രം ലിറ്റിൽ ലൗഡർ സോ ദാറ്റ് ദ ഹോൾ വേൾഡ് ക്യാൻ ഹിയർ, സിംഗ് ദ സോങ് ലിറ്റിൽ ലൗഡർ സോ ദാറ്റ് ദ ഹോൾ വേൾഡ് ക്യാൻ ഹിയർ, ജമ്പ് എ ലിറ്റിൽ ഹയർ സോ ദാറ്റ് ദ ഹോൾ വേൾഡ് ക്യാൻ സീ യ. ഈ വരികൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നത്, ദീസ് ലൈൻസ് ആർ റിപ്പീറ്റഡ് ആൻഡ് റിഫ്രെയിൻ ഈസ് യൂസ്ഡ് ദെയർ ഇൻ ഓർഡർ ടു ഗീവ് excitement and encouragement and inspiration to the participants, and it intensifies the theme of the song. ഈ കവിതയുടെ പ്രതിപാദ്യം അല്ലെങ്കിൽ ഉള്ളടക്കത്തിനെ കുറച്ചുകൂടി തീവ്രമാക്കാനുമാണ് ഈ ആവർത്തനമായ റിഫ്രെയിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതിലെ പോയറ്റിക് ഡിവൈസ്, ആലിട്രേഷൻ, കോൺസണൻസ്, റിഫ്രെയിന്, സിമിലി, ഇതെല്ലാം ആഡ്സ് ടു ദ ബ്യൂട്ടി ഓഫ് ദ പോയം എന്നൊക്കെ പറഞ്ഞ് ഒരു ആദ്യം ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. ഓതേഴ്സ് ആരൊക്കെയാണ്, അത് എഴുതാനുള്ള സാഹചര്യം എന്താണ്, പിന്നെ ആ കവിതയുടെ സാരാംശം രണ്ടാമത്തെ പാരഗ്രാഫിൽ എഴുതുക. മത്സരാർത്ഥികളോട് എന്താണ് ആവശ്യപ്പെടുന്നത്, അവരെന്തൊക്കെ ചെയ്യണം. ഈ ദ തീം ഓഫ് ദ സോങ് ഈസ് എന്താണ്, യൂണിവേഴ്സൽ fraternity and cooperation, യൂണിവേഴ്സൽ ഫ്രണ്ട്ഷിപ്പ് ആൻഡ് കോപ്പറേഷൻ, ആഗോളതലത്തിലുള്ള സൗഹാർദ്ദവും സഹകരണവുമാണ് ഇവിടെ വേണ്ടത്. ദ തീം ഓഫ് ദ സോങ് ഈസ് യൂണിവേഴ്സൽ ഫ്രണ്ട്ഷിപ്പ് ആൻഡ് കോപ്പറേഷൻ. ഓൾ ദ പാർട്ടിസിപ്പൻസ് ഷുഡ് വർക്ക് ഹാർഡ് ഇൻ ട്രൂ സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഇൻ ഓർഡർ ടു ചേസ് ദിയർ ഡ്രീം. സ്വപ്ന സാക്ഷാത്കാരത്തിന് കായികക്ഷമതയോടുകൂടി അവരുടെ ദിസ് അത്ലറ്റ് ഷുഡ് ഹാവ് ദ ഹൈ സ്പിരിറ്റ് ടു വർക്ക് ആൻഡ് വിൻ ദ ഗെയിം. കഠിനമായി അധ്വാനിക്കാനും അതുപോലെ വിജയശ്രീ ലാളിതനാവാനുമുള്ള ആ ഒരു കടുത്ത ഉൾപ്രേരണ ഉണ്ടായിരിക്കണം, കായികക്ഷമത ഉണ്ടായിരിക്കണം എല്ലാ മത്സരാർത്ഥികൾക്കും. ദ അത്ലറ്റ് ഷുഡ് ഹാവ് ദ സ്ട്രോങ് സ്പിരിറ്റ്, സ്പോർട്സ്മാൻ സ്പിരിറ്റ് ടു അച്ചീവ് ദ ഡ്രീം. ദേ ഷുഡ് ഫോളോ ദ പാഷൻ ഇൻ ദിയർ ഹാർട്ട് ആൻഡ് ദേ ഷുഡ് വർക്ക് ഹാർഡ് ടു വിൻ ദ ഗെയിം എന്നൊക്കെ പറഞ്ഞ് എഴുതുക രണ്ടാമത്തെ പാരഗ്രാഫിൽ. എന്നിട്ട് ദ പോയം ഈസ് കമ്പോസ്ഡ് വിത്ത് ഗ്രേറ്റ് അക്വാസ്റ്റിക് ക്വാളിറ്റി ആൻഡ് റിതമിക് ബ്യൂട്ടി. ഒരുപാട് ശബ്ദശ്രവണ മാധ്യമങ്ങളുടെ സഹായത്തോടുകൂടിയാണ് എഴുതിയിരിക്കുന്നത്. താളാത്മകതയുണ്ട്. ദി സോങ് വാസ് റിയലി കമ്പോസ്ഡ് ടു പെർഫോം ആസ് എ റോക്ക്. റോക്ക് ഗാനം എന്ന് പറഞ്ഞാൽ പോപ്പ് ഗാനങ്ങളാണ്. ഇങ്ങനെ ഹൈ ഇൻസ്ട്രുമെൻസ് ഒക്കെ ഉപയോഗിച്ച് ഈ നീഗ്രോസ് ഒക്കെ പാടുന്ന സോങ്സ് കേട്ടിട്ടില്ല, അതിനാണ് പോപ്പ് സോങ് എന്ന് പറയുന്നത്. ഒരുപാട് ഇൻസ്ട്രുമെൻസും ഒത്തിരി ശബ്ദ കോലാഹലങ്ങളോടുകൂടി ചെയ്യുന്നവരാണ് റോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ദ സോങ് വാസ് ആക്ച്വലി കമ്പോസ്ഡ് ഇൻ ദ ഫോം ഓഫ് എ റോക്ക്. റോക്ക് ഗാനത്തിൻ്റെ ഒരു രീതിയിലാണിത് എഴുതിയിരിക്കുന്നത്. It is not written in proper metrical pattern and rhyme. കൃത്യമായ റൈം സ്കീം ഇല്ല. അതിനൊരു എന്താണ് വൃത്തം എന്നൊക്കെ പറയില്ല നമ്മൾ മലയാളത്തിൽ, അതുപോലെ ഒരു വൃത്തം, പ്രത്യേകിച്ചുള്ള ഒരു വൃത്ത അലങ്കാരമോ അല്ലെങ്കിൽ റൈമിങ് വേർഡ്സോ ഒന്നുമില്ല, പ്രാസോ ഒന്നുമില്ല. പിന്നെ പക്ഷേ ഈ ലിട്രേഷൻ, കോൺസണൻസ്, റിഫ്രെയിൻ, അതുപോലെ സിമിലി, ഇതെല്ലാം ഓൾ ദീസ് തിങ്സ് ആഡ് ടു ദ ബ്യൂട്ടി ഓഫ് ദ പോയം. അപ്പോൾ ഇതെല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം അപ്രീസിയേഷൻ എഴുതാൻ. ഒരു പേജ് വേണം അപ്രീസിയേഷൻ. 5 മാർക്കിന് ചോദിക്കുമ്പോൾ ഒരു പേജ് എഴുതണം. അതിൻ്റെ ഒരു മോഡൽ ഞാൻ അയച്ചു തന്നിട്ടുണ്ട്, അത് പഠിക്കുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു ചിൽഡ്രൻ.